ഇപ്പോൾ അവിടെ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ് ബൈജു. നിർണായക നിമിഷങ്ങളാണ്. 9 ദിവസമായി അവിടെ ശിരൂരിൽ നിന്ന് കേൾക്കാൻ കേരളം കൊതിക്കുന്ന വാർത്ത അവിടെ നിന്ന് വരികയാണ്. ആ വാഹനത്തിന്റെ ഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. അവിടം കേന്ദ്രീകരിച്ച് ഏറ്റവും ഊർജിതമായി മണ്ണ് നീക്കൽ പ്രക്രിയ നടക്കുന്നു. എന്താണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ? ഒരു സ്ഥിരീകരണത്തിന് ഇനി എത്ര കാക്കേണ്ടി വരും? രേണുക, ഏതായാലും ലോറി ആ സ്പോട്ട് കണ്ടെത്തിയിരിക്കുന്നു എന്നത് നമുക്ക് തീർച്ചയാണ്. അതിന് ഔദ്യോഗികമായ സ്ഥിരീകരണം ഇനി എന്ന് വരും? ഒരു പക്ഷേ വൈകിയേക്കും. കാരണം ഈ മുഴുവൻ മണ്ണും നീക്കം ചെയ്യേണ്ടതുണ്ട്. ഏതായാലും അർജുന്റെ കുടുംബം, ഒപ്പം മലയാളികൾ, ലോകത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നുമുള്ള മലയാളികൾ കാതോർത്തിരുന്ന ആ വാർത്ത ന്യൂസ് 18 കൃത്യമായി പുറത്തുവിട്ടിരിക്കുന്നു. ഇനി വലിയ തെരച്ചിലോ മറ്റോ ഉണ്ടാവില്ല. പക്ഷേ ഒരേ കേന്ദ്രം ആ തട്ടുകടയുടെ പിറകു വശത്തായാണ് ഇത്തരത്തിൽ ലോറിയുടെ പല വസ്തുക്കളും ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ആ പ്രതികൂല കാലാവസ്ഥയിലും ഇപ്പോഴും അതിന്റെ പ്രവൃത്തി നടക്കുന്നു. 6 JCBകളും അവിടെ ഉണ്ടായിരുന്ന മെഷീനും എല്ലാം ഒരേ കേന്ദ്രത്തിൽ ചാലു കീറി വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഇപ്പോൾ പ്രവൃത്തി നടക്കുന്നത്. ഏതായാലും ഇപ്പോൾ നമ്മൾ അവിടെ നിന്നും മടങ്ങി. ശക്തമായ മഴയായിരുന്നു, വലിയ തോതിലുള്ള മഴ. അതുകൊണ്ട് തന്നെ അവിടെ അധികം നമുക്ക് നിൽക്കാൻ സാധിക്കില്ല. മഴ അവിടെ ഒരു ഭീഷണിയാണ് നമ്മൾ നിൽക്കുന്ന ആ ഭാഗത്ത്. ഏതായാലും ഇപ്പോൾ ഈ പ്രവൃത്തി നടക്കുന്ന ആ ഭാഗത്ത് അത്തരത്തിലുള്ള കുന്നില്ല, അതെല്ലാം ഇടിഞ്ഞ് ഈ പുഴയിലേക്ക് പതിച്ചു കഴിഞ്ഞു. അത്രയും മണ്ണ് അവിടുന്ന് നീക്കം ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ അത് രാത്രി വൈകിയാലും ആ പ്രവൃത്തി നടക്കുമെന്ന് തന്നെയാണ് MLA പറഞ്ഞത്. അതായത് ആ ലോറി പുറത്തെടുക്കും വരെ ഈ പ്രവൃത്തി അതേപടി തുടരും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഏതായാലും അതിൽ ഏറ്റവും വലിയ സ്ഥിരീകരണം സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് വരേണ്ടതുണ്ട്. അത് ഏതാനും മണിക്കൂറുകൾക്കകം വരും. കാരണം ഇനിയും കുറച്ച് സമയമെടുക്കും. നമ്മൾ നേരിട്ട് ആ ദൃശ്യം കണ്ടതാണ്. അത്രത്തോളം മണ്ണ് അവിടെ കൂടി ഉണ്ട്. അതെല്ലാം നീക്കം ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ഇനിയും കുറച്ച് മണിക്കൂറുകൾ വരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. രേണുക, തീർച്ചയായും അവിടെ കനത്ത മഴ പെയ്യുകയാണ്. അവിടെ നിന്ന് മാധ്യമപ്രവർത്തകരെ വീണ്ടും മാറ്റിയിരിക്കുന്നു. ഈ ഒരു ശുഭകരമായ വാർത്ത അവിടെ നിന്ന് വന്ന പശ്ചാത്തലത്തിലാണ് അല്പസമയത്തേക്ക് മാധ്യമങ്ങളെ പ്രവേശിപ്പിച്ചു. അവർക്ക് ദൃശ്യങ്ങൾ എടുക്കാനൊക്കെയുള്ള അനുമതി നൽകിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ വീണ്ടും മാധ്യമപ്രവർത്തകരെ അവിടെ നിന്ന് മാറ്റിയിരിക്കുകയാണ്. അവിടെ ശക്തമായ മഴ പെയ്യുന്നു. നേരത്തെ MLA, അവിടുത്തെ സ്ഥലം MLA നമ്മളോട് സംസാരിച്ചു കൊണ്ടിരുന്ന സമയത്തും ശക്തമായ മഴ അവിടെ പെയ്തിരുന്നു. ആ മഴ ഇപ്പോൾ കുറച്ചുകൂടി കടുത്തിരിക്കുകയാണ്. ശക്തമായ മഴയുണ്ടെങ്കിൽ രക്ഷാപ്രവർത്തനം ബുദ്ധിമുട്ടാകും, തെരച്ചിൽ ബുദ്ധിമുട്ടാകും. നമുക്കറിയാം അവിടെ ചെങ്കുത്തായ മല ആണ്. അത് ഒരു ഭാഗം ഇടിഞ്ഞാണ് ഇത്ര വലിയൊരു അപകടം അവിടെ ഉണ്ടായത്. തുടർ അപകടങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ ഉണ്ടായിരുന്നു. ലാൻഡ് സ്ലൈഡിന് ഏറ്റവും സാധ്യതയുള്ള ഇടമായി തന്നെയാണ് അവിടെ കരുതുന്നത്. അത്രമാത്രം പാരിസ്ഥിതികമായ പ്രത്യേകതകളുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവിടെ കൂടുതൽ പേരെ ഒരു സമയം നിർത്തുക സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അവിടെ ആ സ്പോട്ടിൽ നിന്ന് മാധ്യമപ്രവർത്തകരെ മാറ്റിയിട്ടുണ്ട്. ഞങ്ങളുടെ പ്രതിനിധി KV ബൈജു ഉൾപ്പെടെയുള്ളവർ അല്പസമയം മുൻപ് അവിടെ എത്തി ചിത്രീകരിച്ച ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. എന്തായാലും രക്ഷാപ്രവർത്തനം, തെരച്ചിൽ അവിടെ അതിവേഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. കനത്ത മഴയാണ് ഇപ്പോൾ വെല്ലുവിളിയായിരിക്കുന്നത്. മഴ മാറി നിന്നാൽ കൂടുതൽ ഊർജിതമായി അവിടെ മണ്ണ് നീക്കൽ പ്രക്രിയ നടക്കും. ഇന്ന് തന്നെ വൈകുന്നേരത്തോടു കൂടി ശുഭകരമായ വാർത്ത അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെടും എന്നതാണ് നമ്മൾ കരുതുന്നത്. ആ തട്ടുകടയോട് ചേർന്ന ഭാഗം, പുഴക്കരയിൽ ഉണ്ടായിരുന്ന തട്ടുകടയോട് ചേർന്ന ഭാഗം, അവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്ത് അവിടെയാണ് ഡ്രൈവർമാർ വിശ്രമിച്ചിരുന്നത്. അങ്ങനെ പതിവ് പോലെ അവിടെ വിശ്രമിക്കുമ്പോഴാണ് ആ ദാരുണമായ അപകടം സംഭവിക്കുന്നത്. ഇപ്പോൾ കിട്ടുന്ന സൂചനകൾ അനുസരിച്ചാണെങ്കിൽ ആ തട്ടുകടയോട് ചേർന്ന ഭാഗത്ത് അർജുന്റെ വണ്ടി ഉണ്ടായിരുന്നു. അത് ആ മണ്ണിടിച്ചിലിൽ അത് ഒലിച്ച് അല്ലെങ്കിൽ ആ ശക്തിയിൽ അത് പുഴയിലേക്ക് വീണിരിക്കുന്നു. ആ കടയിരുന്ന ഭാഗത്തിന് സമീപമാണ് ഇപ്പോൾ ശക്തമായ തെരച്ചിൽ നടക്കുന്നത്. മണ്ണ് നീക്കി, ബൂം ലിഫ്റ്റ് ക്രെയിൻ ഉപയോഗിച്ച് മണ്ണ് നീക്കി. അവിടെ ലോറിയുണ്ട് എന്ന സംശയം ബലപ്പെട്ടതിനെ തുടർന്ന് അവിടെ മണ്ണ് നീക്കുകയായിരുന്നു. അതിലാണ് ലോറിയുടേതെന്ന് സംശയിക്കുന്ന ഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. തടി കെട്ടാൻ ഉപയോഗിച്ചിരിക്കുന്ന
കയറിന്റെ ഭാഗങ്ങൾ ഉൾപ്പെടെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. അവിടെ ലോറിയുടെ വലുപ്പത്തിൽ മണ്ണ് നീക്കുന്ന പ്രക്രിയയാണ് ബൂം ലിഫ്റ്റ് ക്രെയിൻ ഉപയോഗിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. സച്ചിൻ ദേവ് MLA, AKM അഷ്റഫ് MLA തുടങ്ങിയവർ സംഭവ സ്ഥലത്ത് തന്നെയുണ്ട്. അവരും ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ അവർക്ക് സാധ്യമല്ല എങ്കിൽ പോലും ലോറി കണ്ടെത്തിയത് അവർ വാക്കാൽ സ്ഥിരീകരിക്കുകയാണ്. 100% പോസിറ്റീവായ വാർത്തകൾ അവിടെ നിന്ന് വൈകുന്നേരത്തോടുകൂടി പ്രതീക്ഷിക്കാം എന്ന് അവർ പറയുകയാണ്. കൂടുതൽ സ്ഥിരീകരിച്ച് മാധ്യമങ്ങളോട് അക്കാര്യങ്ങൾ പറയുന്നതിന് അവർക്ക് പരിമിതിയുണ്ട്. അതുകൊണ്ട് തന്നെ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവരെ അവർ സമീപിക്കുന്നുണ്ട്. അവരിൽ നിന്ന് കൃത്യമായ വിവരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ പങ്കുവെക്കാം എന്ന ഒരു ഉറപ്പാണ് സച്ചിൻ ദേവ് MLA ഉൾപ്പെടെ ഉള്ളവർ നൽകുന്നത്. എന്തായാലും അവിടെ തെരച്ചിൽ വളരെ ഊർജിതമായി തന്നെ നടക്കുകയാണ്. കാലാവസ്ഥ പ്രതികൂലമാകുന്നതാണ് ഇപ്പോഴും തിരിച്ചടിയാകുന്നത്. കേരളത്തിന്റെ കാത്തിരിപ്പ് ഇന്ന് 9ാം ദിവസമാണ്. 9ാം ദിവസം ഉച്ചയോടുകൂടിയാണ് അവിടെ നിന്ന് ഏറ്റവും പോസിറ്റീവായ ഒരു വാർത്ത വരുന്നത്. ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. പുഴക്കരയിൽ ആ ഭാഗത്ത് കട നിന്നിരുന്നു എന്ന് കരുതുന്ന ഭാഗത്താണ് വാഹനത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. അത് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തെരച്ചിൽ, മണ്ണ് നീക്കൽ ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ബൂം ലിഫ്റ്റ് ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ടാണ്. ഏറ്റവും ശ്രമകരമായ ദൗത്യമാണ് ഇത്. നദി കരയോട് ചേരുന്ന ഭാഗമാണ്. അവിടെ അപകടം നടന്ന് മണ്ണടിഞ്ഞിട്ടുണ്ട്. അത് നീക്കുക എന്ന പ്രക്രിയയാണ് നടക്കുന്നത്. ആ മണ്ണിനടിയിൽ വാഹനം ഉണ്ട്. അത് കണ്ടെത്താനുള്ള ഏറ്റവും ഊർജിതമായ ശ്രമങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഔദ്യോഗിക സ്ഥിരീകരണം വൈകുന്നേരത്തോടു കൂടി ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ്. വാഹനത്തിൽ ഒരു ലോഡ് തടിയുണ്ടായിരുന്നു. അത് കെട്ടിയ കയറിന്റെ ഭാഗങ്ങൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ ദൃശ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഔദ്യോഗിക സ്ഥിരീകരണം ഏതാനും മണിക്കൂറുകൾക്കകം ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും മണ്ണ് നീക്കൽ പ്രക്രിയ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളം ഒന്നടങ്കം കഴിഞ്ഞ 9 ദിവസമായി പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുന്നത് അർജുനെക്കുറിച്ചുള്ള വിവരങ്ങൾക്കായാണ്. സൈന്യം വരണം എന്നതായിരുന്നു കുടുംബത്തിന്റെ ആഗ്രഹം. സൈന്യം വന്നതിന് ശേഷവും ശുഭവാർത്ത അല്ലെങ്കിൽ കൃത്യമായ വിവരങ്ങൾ അവിടെ നിന്ന് ലഭിക്കാത്തത് കുടുംബത്തെ ഉൾപ്പെടെ നിരാശരാക്കിയിരുന്നു. അവർക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ട സാഹചര്യമുണ്ടായിരുന്നു. അവിടുത്തെ സംവിധാനങ്ങളോട് ആദ്യഘട്ടം മുതൽ അലംഭാവം കാട്ടിയ അധികൃതരോടൊക്കെ അവർക്ക് വലിയ രീതിയിലുള്ള അമർഷമുണ്ടായിരുന്നു. അതവർ പ്രകടിപ്പിച്ചു. പലതരത്തിലുള്ള ഇടപെടലുകൾ കേരളത്തിന്റെ ഭാഗത്തു നിന്നുമുണ്ടായി. നമ്മുടെ MLA ഉൾപ്പെടെയുള്ളവർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്താണ് ഓരോ വിവരങ്ങളും പങ്കുവെക്കുന്നതും ഈ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനുള്ള ശ്രമങ്ങൾ ഏകോപിപ്പിക്കുന്നതുമൊക്കെ. എന്തായാലും കൂട്ടായ ശ്രമത്തിന്റെ ഫലം എന്ന് തന്നെ പറയാം. അവിടെ നിന്ന് നിർണായക വിവരങ്ങളാണ് ലഭിക്കുന്നത്. കേരളത്തിന്റെ MLA ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും സംഭവ സ്ഥലത്ത് തന്നെയുണ്ട്. അവർ ദിവസങ്ങളായി അവിടെ ക്യാമ്പ് ചെയ്യുകയാണ്. AKM അഷ്റഫ് MLA ആണ് ഏറ്റവും ആദ്യം നമ്മളോട് ഈ നിർണായക വിവരം ന്യൂസ് 18നോട് പങ്കുവച്ചത്. പ്രേക്ഷകർക്ക് ഏറ്റവും ആദ്യം ആ വിവരം നൽകാൻ ന്യൂസ് 18 കഴിഞ്ഞത് AKM അഷ്റഫ് ന്യൂസ് 18നോട് നടത്തിയ ആ പ്രതികരണത്തിലൂടെയാണ്. അതിനുശേഷം ബാലുശ്ശേരി MLA സച്ചിൻ ദേവും ന്യൂസ് 18നോട് സംസാരിച്ചു. അദ്ദേഹവും ഔദ്യോഗികമായി സ്ഥിരീകരിക്കുക അദ്ദേഹത്തെ സംബന്ധിച്ച് സാധ്യമല്ല, പക്ഷേ പോസിറ്റീവായ വാർത്തകൾ അവിടെ നിന്ന് വരുന്നു എന്നത് കൃത്യമായി സൂചിപ്പിക്കുകയുണ്ടായി. ഞങ്ങളുടെ റിപ്പോർട്ടർ VV അരുണിനോടാണ് സച്ചിൻ ദേവ് സംസാരിച്ചത്. അതിലേക്ക് ഒരിക്കൽ കൂടി. ഇപ്പോ നേരത്തെ കടയുണ്ടായിരുന്ന ലോറി നിർത്തിയ പ്രദേശമെന്ന നിഗമനത്തിലെത്തിയ ആ പർട്ടിക്കുലർ ഏരിയ, അവിടെ മണ്ണ് മൂടിക്കിടന്നത് പൂർണ്ണമായി മാറ്റാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇപ്പോൾ നിഗമനത്തിലെത്തിയ ആ ഭാഗം ഈ ബൂം ലെങ്ത് ക്രെയിൻ സംവിധാനം ഉപയോഗപ്പെടുത്തി താഴേക്ക് പരമാവധി മണ്ണിനടിയിലേക്ക് കുഴിച്ച് ലോറിയുടെ അവശിഷ്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ലോറിയുടെ ഭാഗം കാണാൻ കഴിയുന്നുണ്ടോ എന്നുള്ള പരിശോധനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഔദ്യോഗികമായി എന്നുള്ള നിലയിൽ സൂചിപ്പിക്കാൻ കഴിയില്ല എങ്കിലും ഒരു പോസിറ്റീവായ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ് ഇവിടുന്ന് പൊതുവിൽ ഇവിടുത്തെ പോലീസ് മേധാവികളും അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട ചുമതല വഹിക്കുന്നവരോടും എല്ലാം സംസാരിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത്. അതിലൊരു പരിപൂർണമായി നമുക്കത് ഉറപ്പിച്ചു പറയുക എന്നുള്ളത് നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് പൂർണ്ണമായി കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ആ ഭാഗം, അതായത് ലോറി ഉണ്ട് എന്ന നിഗമനത്തിലെത്തിയ ഭാഗം, നേരത്തെ കടയുണ്ടായിരുന്ന ആ ഭാഗത്ത് കൂടിയിരുന്ന മൺകൂനകൾ പരിപൂർണമായി നീക്കം ചെയ്ത് ആ മൺകൂനയ്ക്കടിയിലേക്ക്, ഇപ്പോൾ അവശേഷിക്കുന്ന മണ്ണിനടിയിലേക്ക് ഏതെങ്കിലും വിധത്തിൽ ലോറി ഉണ്ടോ എന്ന പരിശോധന നടത്താൻ ഈ പുതിയ ഇന്ന് രാവിലെ കൊണ്ടുവന്നിട്ടുള്ള ബൂം
ലെങ്ത് ക്രെയിൻ സംവിധാനം അത് ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് ചില സൂചനകൾ ഇപ്പോൾ ലഭിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നു. ഇപ്പോൾ രാവിലെ ഈ ക്രെയിൻ, ഈ വലിയ സംവിധാനം ക്രെയിൻ വന്നത് മുതൽ ഞങ്ങൾ ഇവിടെ ഉണ്ട്, ദൗത്യം നടക്കുന്ന ഈ പ്രത്യേക സ്ഥലത്തുണ്ട്. അവിടെ നിന്ന് മനസ്സിലാകുമ്പോൾ ഈ ക്രെയിൻ വന്നതിന് ബൂം ലെങ്ത് ക്രെയിൻ സംവിധാനം വന്നതിന് ശേഷമാണ് പുഴയിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്ന മണ്ണ് വലിച്ച് നീക്കം ചെയ്ത് അതിനടിയിൽ ഇങ്ങനെ എന്തെങ്കിലും ലോറിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അവശിഷ്ടങ്ങളോ ഭാഗങ്ങളോ കിട്ടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനായിട്ടുള്ളത്. ഇപ്പം ചെറിയ JCB-കളും അതുപോലെ ഉള്ള സംവിധാനവും ലോറികളും ഉപയോഗിച്ചതിനപ്പുറത്തേക്ക് ഈ ബൂം ലെങ്ത് ക്രെയിൻ സംവിധാനമാണ് ഫലപ്രദമാകുന്നത്. അതിന് രാവിലെ മുതൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം 3 മണിക്കൂർ, ഒരു 2.5-3 മണിക്കൂർ പിന്നിടുമ്പോൾ തന്നെ ചില പോസിറ്റീവായ സൂചനകൾ വരുന്നുണ്ട് എന്നാണ് ഞങ്ങൾ എല്ലാവരും ഇപ്പോ മനസ്സിലാക്കുന്നത്. ഇവിടെ മണ്ണ് നീക്കം ചെയ്യുക, അതായത് പുഴയിലേക്ക് ഇറങ്ങിയ മണ്ണ് നീക്കം ചെയ്യലാണ്. അവിടെ നേരത്തെ കടയുണ്ടായിരുന്ന സ്ഥലത്ത് വളരെ കൂടുതൽ ഉയരത്തിൽ മണ്ണുണ്ടായിരുന്നു. ആ മണ്ണ് നീക്കം ചെയ്യുക, അവിടെ ആയിരിക്കും ലോറിയും അതോടൊപ്പം തന്നെ അതിന്റെ ഭാഗമായി സംഭവിച്ച ദുരന്തത്തിൽ അകപ്പെട്ടു പോയവരൊക്കെ ഉണ്ടാവുക എന്ന നിഗമനമാണ് നേരത്തെ തന്നെ ഉണ്ടായിരുന്നത്. അപ്പൊ അവിടെ ദുഷ്കരമായ കാലാവസ്ഥാ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ദുഷ്കരമായ രക്ഷാപ്രവർത്തനങ്ങളാണ് നേരത്തെ ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഈ ആധുനിക സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബൂം ലെങ്ത് ക്രെയിൻ ഉൾപ്പെടെ വന്നതിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് വേഗത, അതായത് രക്ഷാപ്രവർത്തനത്തിന് ഇന്നലെയും ഇന്നുമായി നല്ല നിലയിൽ വേഗത കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിവേഗതയിൽ തന്നെ ചില റിസൾട്ടുകൾ, നേരത്തെ അതിനോട് അടുത്തുണ്ടായിരുന്ന ഒരു ടവർ പൊട്ടിത്തകർന്ന് മണ്ണിനടിയിൽ വീണിരുന്നു, വൈദ്യുത ടവർ. ആ വൈദ്യുത ടവറിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോൾ മണ്ണിനടിയിൽ നിന്ന് വലിച്ച് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോ ഭാഗങ്ങളിലും മണ്ണിനടിയിൽ പെട്ടുപോയ പലതും അവശിഷ്ടങ്ങളും പുറത്തേക്ക് വലിച്ച് എടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇന്നലെയും ഇന്നുമായിട്ടുണ്ട്. അത് തീർച്ചയായും നമ്മളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായ ഒരു അനുഭവമാണ് ഈ അപകടം നടന്ന സ്ഥലത്തെ സംബന്ധിച്ച്. സച്ചിൻ ദേവ് MLA നമ്മളോട് ന്യൂസ് 18നോട് സംസാരിച്ചതാണ് കേട്ടത്. എന്തായാലും പോസിറ്റീവായ വാർത്ത അവിടെ നിന്ന് ഉടൻ പ്രതീക്ഷിക്കാം. ഔദ്യോഗിക സ്ഥിരീകരണം ഉൾപ്പെടെ ഉടൻ ഉണ്ടാകുമെന്നതാണ് സച്ചിൻ ദേവും സൂചിപ്പിച്ചത്. എന്തായാലും പ്രതീക്ഷയുടെ മണിക്കൂറുകളാണ്. ഏറ്റവും പോസിറ്റീവായ വാർത്ത അവിടെ നിന്ന് ഔദ്യോഗിക സ്ഥിരീകരണത്തോടുകൂടി വരാനുള്ള കാത്തിരിപ്പിലാണ് കേരളം. ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു എന്ന നിർണായക വിവരമാണ് ലഭിക്കുന്നത്. പുഴയോട് ചേർന്ന ഭാഗത്ത് അവിടെ ലോറിയുടെ തടിക്കഷ്ണങ്ങൾ ഉൾപ്പെടെ കെട്ടിവരിഞ്ഞ കയറുൾപ്പെടെയുള്ള ഭാഗം നമുക്ക് ദൃശ്യങ്ങൾ കാണാം. അത് ലോറി തന്നെ എന്ന് സ്ഥിരീകരിച്ച് അവിടം കേന്ദ്രീകരിച്ച് മണ്ണ് നീക്കുന്ന പ്രക്രിയയാണ് അവിടെ ഊർജിതമായി നടക്കുന്നത്. പക്ഷേ ഇടവിട്ട് പെയ്യുന്ന മഴ അത് വലിയ രീതിയിൽ ഈ പ്രവർത്തനങ്ങൾക്ക് തടസ്സമാകുന്നുണ്ട്. പ്രതികൂലമായ കാലാവസ്ഥ തന്നെയാണ് ഇപ്പോഴും ഷിരൂരിൽ വെല്ലുവിളിയാകുന്നത്. എന്തായാലും പ്രതീക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കാം. 9ാം ദിവസം തെരച്ചിൽ തുടങ്ങി 9ാം ദിവസമാണ് നിർണായക വിവരങ്ങൾ ലഭിക്കുന്നത്. അത് തട്ടുകടയോട് ചേർന്ന ഭാഗത്ത് അവിടെ തന്നെ ലോറി അകപ്പെട്ടിട്ടുണ്ട് എന്ന വിവരങ്ങളാണ്. മൺകൂന, വലിയ മൺകൂന ലോറിക്ക് മുകളിലുണ്ട്. അത് നീക്കുന്ന പ്രക്രിയയാണ് നടക്കുന്നത്. ബൂം ലിഫ്റ്റ് ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് നീക്കുന്ന പ്രക്രിയയാണ് വളരെ അതിവേഗം അവിടെ നടക്കുന്നത്. ഇപ്പോൾ നമുക്കൊപ്പം